ഹായ്, ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 12 ആണെന്ന്. ഡേ 12 വരെ റോണ്ട ബെൻ പറഞ്ഞിരിക്കുന്നത് നമുക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. നമുക്ക് എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നന്ദി പറയുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ലെസൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ ഡേ 11 വരെ കണ്ടതിന് ശേഷം അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഡേ 12ലേക്ക് വരിക. ഒപ്പം തന്നെ എല്ലാവരും ഈ വീഡിയോസ് തുടർന്ന് കണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും തുടർച്ചയായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് രേഖപ്പെടുത്താനായിട്ട് മറക്കാതിരിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വയ്ക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാ വീഡിയോസും തന്നെ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഡേ 12 നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാജിക്കൽ പീപ്പിൾ ഹൂ മെയ്ഡ് എ ഡിഫറൻസ് എന്നതാണ്. മാജിക്കൽ പീപ്പിൾ ഹൂ മെയ്ഡ് എ ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ എന്താണ് നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പണം കൊണ്ട് മാത്രമല്ല സഹായിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ പണം കൊടുത്ത് സഹായിക്കാനും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊണ്ടോ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി കൊണ്ടോ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം വലിയൊരു ടേണിംഗ് പോയിൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപക്ഷെ നമുക്ക് സാധിച്ചിട്ടുണ്ടാവാം. നിരാശയിൽ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയോട് നല്ലൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ആ വ്യക്തിയെ സഹായിക്കാം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നല്ലൊരു ബുക്ക്, ഒരു പുസ്തകം വായിക്കാനായിട്ട് അവർക്ക് കൊടുക്കാം. ഇങ്ങനെ നിരവധി രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പണം കൊടുത്ത് മാത്രമല്ല നമുക്ക് സഹായിക്കാൻ പറ്റുക. റോണ്ട ബെൻ്റെ ജീവിതത്തിൽ റോണ്ട ബെൻ പറയുന്നത് അവരുടെ മുത്തശ്ശി അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെ മുത്തശ്ശി സഹായിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് അവരെ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ വായനയിലേക്ക് അവരെ കൊണ്ടുവരികയും ധാരാളം പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടുവാനായിട്ട് അവരെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് മുത്തശ്ശിയാണ്. ഒരുപാട് കുക്കിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് ഇതര വിഷയങ്ങളിലൊക്കെ അവർക്ക് പ്രാവീണ്യം നേടുവാനായിട്ട് വായനയെ പ്രോത്സാഹിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് അവരെ മുത്തശ്ശിയാണെന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് റോണ്ട ബെന്നിന് ഈ ഒരു വായനയെ ഒരുപാട് വായനയിലേക്ക് വരുവാനും വായന ഒരു പാഷനായിട്ട് മാറുവാനും സഹായിച്ചിട്ടുള്ളത് അവരുടെ മുത്തശ്ശിയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ മാനസികമായിട്ട് ഒരുപക്ഷെ തകർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ലൊരു വാക്കുകൊണ്ട് നമ്മൾ ആശ്വസിപ്പിച്ച വ്യക്തികളുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ചില വ്യക്തികളുടെ ഒരു മോട്ടിവേഷൻ കൊണ്ട് അവരുടെ അല്ലെങ്കിൽ നിർബന്ധം ഉപദേശം കൊണ്ട് നമ്മൾ ഒരുപക്ഷെ രക്ഷപ്പെട്ട് നമ്മളൊരു പക്ഷേ വിദേശത്ത് ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വിദേശ രാജ്യത്തേക്ക് ഒരു ജോലിക്ക് പോകാനുള്ളൊരു സാഹചര്യം നമുക്കൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ആശയം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ ഒരു ജീവിതമാർഗം നമുക്ക് കണ്ടെത്താൻ സഹായിച്ചിട്ടുള്ള വ്യക്തികളുണ്ടാവാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അറിവ് പകർന്നു തന്നിട്ടുള്ള ഗുരുനാഥന്മാർ, അധ്യാപകർ, മാതാപിതാക്കൾ ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല റോളുകൾ ചെയ്തു തന്നിട്ടുണ്ടാവാം, ശരിയല്ലേ? അത്തരത്തിലുള്ള നമ്മളെ ഏതെങ്കിലും തരത്തിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാവുന്ന തരത്തിലേക്ക് നമ്മളെ ഇത്തരത്തിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അല്ലെങ്കിൽ ഒരു പുസ്തകം കൊണ്ടും ഒരു മോട്ടിവേഷൻ കൊണ്ടും ഒക്കെ സഹായിച്ചിട്ടുള്ള, അങ്ങനെ ജീവിതത്തിൽ നമുക്ക് നന്മകൾ ഉണ്ടാകാനായിട്ട് അഭ്യുദയകാംക്ഷികളായിട്ട് വെൽവിഷേഴ്സായിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരു 3 പേരുടെ പേര് നിങ്ങൾ കണ്ടെത്തുക. അത് മാതാപിതാക്കളാവാം. മാതാപിതാക്കളൊക്കെ നമുക്ക് ഒരുപാട് നല്ല റോളുകൾ നമുക്ക് വേണ്ടി അവർ ചെയ്തു തന്നിട്ടുണ്ട്, അല്ലേ? അങ്ങനെ മാതാപിതാക്കൾ ചെയ്തു തന്നിട്ടുള്ള ആ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഇന്ന്
എന്തായിരിക്കുന്നോ അങ്ങനെ ആവാനായിട്ട് ഏറ്റവും കാരണക്കാരായി മാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് തന്നെ കാരണക്കാരായി മാറിയിട്ടുള്ളത് നമ്മുടെ മാതാപിതാക്കളാണ്. ശരിയല്ലേ? അതുപോലെ നമുക്ക് ഗുരുനാഥന്മാർ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ പകർന്നു തന്നുകൊണ്ട് നമ്മളെ കൈപിടിച്ച് വിജയത്തിലേക്ക് ഉയർത്താനായിട്ട് സഹായിച്ചിട്ടുള്ള വ്യക്തികൾ. ഇതുപോലെയുള്ള വ്യക്തികളിൽ ഏറ്റവും നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള, ഇതേ രീതിയിൽ നിങ്ങളോടൊക്കെ പെരുമാറിയിട്ടുള്ള ഒരു 3 പേരുടെ പേര് നിങ്ങളിന്ന് എഴുതി വയ്ക്കുക. അങ്ങനെ എഴുതി വച്ചതിന് ശേഷം അവരെക്കുറിച്ച് ഒന്ന് ഓർക്കുക. അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് ഓർത്തെടുക്കുക. എന്നിട്ട് അവർ ചെയ്തു തന്നിട്ടുള്ള ആ നല്ല കാര്യത്തെ നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും ആ വ്യക്തികളുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് അവരോട് ഉച്ചത്തിൽ നന്ദി പറയാം. നമുക്കെന്ന് ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, പ്രാക്ടീസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഉച്ചത്തിൽ നിങ്ങളുടെ മുറിയിൽ കതകടച്ചിരുന്ന് നിങ്ങൾക്ക് അവരോട് ഉച്ചത്തിൽ നിങ്ങൾക്ക് നന്ദി പറയാം. മാതാപിതാക്കളാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാവട്ടെ, ഒരുപക്ഷെ നിങ്ങളെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഇതേ രൂപത്തിൽ നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ, പലരും ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കാം, പലരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. അവരുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരോട് നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾക്ക് ഉച്ചത്തിൽ അവരോട് നന്ദി പറയാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങളത് നന്ദി എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഈ 3 പേരുടെ മുഖം ഓർത്തിട്ട് അവർ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നന്മകൾ, നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു മോട്ടിവേഷൻ കൊണ്ടോ നിങ്ങളെ സഹായിച്ചിട്ട് നിങ്ങൾക്കതുകൊണ്ട് കിട്ടിയിട്ടുള്ള പ്രയോജനങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് ഓർത്തെടുത്തുകൊണ്ട് അവർക്ക് നന്ദി പറയുക. അങ്ങനെ 3 പേർക്കും അവർ ചെയ്തു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നന്ദി പറയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് സമയം ഇവരെ ഓർത്തുകൊണ്ട് ഈ 3 പേരുടെയും മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവരിയ്ക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് വളരെ ഡീപ്പായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ, വെറുതെ ഇമ്പോസിഷൻ പറയുന്ന പോലെയല്ല നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് വേണം നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ വീണ്ടും വീണ്ടും നന്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരുന്ന അത്തരത്തിൽ നന്മയുള്ള ഒരുപാട് ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും വരുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നുവോ പ്രപഞ്ചത്തിലേക്ക്, അത്രമാത്രം നിങ്ങൾക്ക് അബണ്ടൻസും അതുപോലെ നല്ല സ്നേഹമുള്ള, നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്ന, അതുപോലെ നന്മയുള്ള ഒരുപാട് പേര് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ഒരുപാട് പേര് നിങ്ങളെ ആകർഷിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അത് സമ്പൽ സമൃദ്ധിയാവട്ടെ, ഐശ്വര്യമാവട്ടെ, പണമാവട്ടെ, നല്ല വ്യക്തിബന്ധങ്ങളാവട്ടെ, നല്ല കരിയറിലുള്ള പ്രമോഷനും ഉയർച്ചയുമാകട്ടെ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്ത് വരാൻ തുടങ്ങും. നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇതുപോലെ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ഇന്ന് ഈ 12ാമത്തെ ഡേയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം പ്രധാനമായിട്ടും ഈ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുമെന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഒരു വാട്സപ്പ് കൂട്ടായ്മ നമുക്കുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ വ്യക്തികളും, ഒരു പോസിറ്റീവായിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മയാണ്. അതിലൊരുപാട് ഫ്രീ ക്ലാസ്സുകളും ഇതുപോലുള്ള മോട്ടിവേഷൻ മെസ്സേജുകളും ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും പോസിറ്റീവായി ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തോടെ സമ്പൽ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാനായിട്ട് നിങ്ങളും അതിനകത്തൊരു കാരണക്കാരായി മാറുക. അപ്പോൾ അതൊരു വലിയ നന്മയായിരിക്കും. നിങ്ങൾ ഒരുപാട് പേരിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ ലിങ്ക് അയച്ചു കൊടുക്കുക, ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ. അപ്പോൾ എല്ലാവരും ഒരു പോസിറ്റീവായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് രൂപീകരിച്ച് കഴിയുമ്പോൾ അതിനകത്ത് എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കാനും പോസിറ്റീവായിട്ടുള്ള സക്സസ് സ്റ്റോറികൾ ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കും.
അതുവഴി നമുക്ക് എല്ലാവരും പോസിറ്റീവായൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ നിങ്ങളും അതിൻ്റെ കണ്ണികളാകാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും സന്തോഷവും സമാധാനവും സമൃദ്ധിയായിട്ടുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ബ്ലെസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.